വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. 2025 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ജമ്മു കാശ്മീരിലെ ഗുൽമാർഗാണ്. 2025 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ജമ്മു കാശ്മീരിലെ ഗുൽമാർഗാണ്. മികച്ച സിനിമയ്ക്കുള്ള 97ാമത്തെ അക്കാദമി അവാർഡ് നേടിയത് ഏത് സിനിമയാണ്? അനോറ. മികച്ച സിനിമയ്ക്കുള്ള 97ാമത് അക്കാദമി അവാർഡ് നേടിയത് ഏത് ഫിലിമാണ്? അനോറ. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കളായത് ആരാണ്? ഇന്ത്യ. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കൾ ആയത് ആരാണ്? ഇന്ത്യ. ഇന്ത്യൻ പാർലമെന്റ് ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യ സുപ്രീം കോടതി ജഡ്ജി ഈയിടെ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ജസ്റ്റിസ് വി രാമസ്വാമി. ഇന്ത്യൻ പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യ സുപ്രീം കോടതി ജഡ്ജി ഈയിടെ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ജസ്റ്റിസ് വി രാമസ്വാമി. ഇന്ത്യയുടെ 58ാമത്തെ കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ചത് ഏതാണ്? മധ്യപ്രദേശിലെ മാധവ് ദേശീയ ഉദ്യാനത്തെ. മധ്യപ്രദേശിലെ മാധവ് നാഷണൽ പാർക്കിനെ ഇന്ത്യയുടെ 58ാമത്തെ കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ചു. അപ്പൊ മധ്യപ്രദേശിൽ തന്നെ ഇപ്പോ 9 കടുവാ സങ്കേതങ്ങളായിട്ടോ. അടുത്തത്, സ്റ്റാർലിങ്ക് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനങ്ങൾ ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനായി ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കുമായി കൈകോർക്കുന്നത് ആരെല്ലാമാണ്? റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ. സ്റ്റാർലിങ്ക് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനങ്ങൾ ഇന്ത്യയിലെ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിനായി ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കുമായി കൈകോർക്കുന്നത് ആരെല്ലാമാണ്? റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ തുടങ്ങിയവർ. സ്വിസ് സംഘടനയായ IQ എയർ പുറത്തുവിട്ട വായു ഗുണനിലവാര സൂചിക പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5. സ്വിസ് സംഘടനയായ IQ എയർ പുറത്തുവിട്ട വായു ഗുണനിലവാര സൂചിക പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5. നാഗ്പൂരിൽ നടന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ വിജയിച്ചത് ആരാണ്? വിദർഭ. നാഗ്പൂരിൽ നടന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ വിജയിച്ചത് ആരാണ്? വിദർഭ. കേരളത്തെയാണ് തോൽപ്പിച്ചത്. 2025 ഫെബ്രുവരി 2 ചന്ദ്രനിൽ ഇറങ്ങിയ അമേരിക്കൻ സ്വകാര്യ കമ്പനി ഫയർഫ്ലൈ എയ്റോസ്പേസിന്റെ പേടകം ഏതാണ്? ബ്ലൂ ഗോസ്റ്റ്. ബ്ലൂ ഗോസ്റ്റ്. 2025 ഫെബ്രുവരി 2 ചന്ദ്രനിൽ ഇറങ്ങിയ അമേരിക്കൻ സ്വകാര്യ കമ്പനി ഫയർഫ്ലൈ എയ്റോസ്പേസിന്റെ പേടകം ഏതാണ്? ബ്ലൂ ഗോസ്റ്റ്. ബൊഫോഴ്സ് തോക്കിടപാടിലെ അഴിമതി പുറത്തു കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകയായ ചിത്ര സുബ്രഹ്മണ്യന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകത്തിന്റെ പേര് എന്താണ്? ബൊഫേഴ്സ് ഗേറ്റ്, എ ജേർണലിസ്റ്റ് പേഴ്സ്യൂട്ട് ഓഫ് ട്രൂത്ത്. ബുക്കിന്റെ പേരാണ് ബൊഫേഴ്സ് ഗേറ്റ്, എ ജേർണലിസ്റ്റ് പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത്. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ബൊഫോഴ്സ് തോക്കിടപാടിലെ അഴിമതി പുറത്തു കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകയായ ചിത്ര സുബ്രഹ്മണ്യത്തിന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകം ഏതാണ്? ബൊഫോഴ്സ് ഗേറ്റ്, എ ജേർണലിസ്റ്റ് പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത്. ഉക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള തർക്കത്തെ തുടർന്ന് ഏത് കരാറിൽ ഒപ്പുവെക്കാതെയാണ് മടങ്ങിയത്?
ഉക്രൈന്റെ അത്യപൂർവ ധാതു സമ്പത്തിന്റെ ഒരു ഭാഗത്തിനുള്ള അവകാശം US നൽകുന്ന കരാർ ഒപ്പിടാൻ വന്നതായിരുന്നു. തർക്കം കാരണം അദ്ദേഹം മടങ്ങുകയാണ്. ഉക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി, ഉക്രൈൻ പ്രസിഡന്റിന്റെ പേരും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോ വൊളോദിമിർ സെലൻസ്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള തർക്കത്തെ തുടർന്ന് ഏത് കരാറിൽ ഒപ്പുവെക്കാതെയാണ് മടങ്ങിയത്? ഉക്രൈന്റെ ധാതു സമ്പത്തിന്റെ ഒരു ഭാഗം ആർക്ക് കൊടുക്കാം? US കൊടുക്കാം എന്നുള്ള അവകാശം ഉന്നയിക്കുന്ന ഒരു കരാർ സൈൻ ചെയ്യാനാണ് അദ്ദേഹം വന്നത്. പക്ഷെ രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അത് എന്താ പറയുന്നത്, സൈൻ ചെയ്യാതെ അദ്ദേഹം മടങ്ങി. ഇലോൺ മസ്കിന്റെ XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടിന്റെ പേര് എന്താണ്? ഗ്രോക്ക് 3 എന്നാണ് പേര്. ഇലോൺ മസ്കിന്റെ XAI പുതിയതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടിന്റെ പേരാണ് ഗ്രോക്ക് 3. US ഈയിടെ അന്തരിച്ച ജീൻ ഹാക്മാൻ, US ഈയിടെ ഒരു വ്യക്തി അന്തരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ജീൻ ഹാക്മാൻ എന്നാണ്. അപ്പൊ അദ്ദേഹം ഏത് നിലയിൽ പ്രശസ്തി നേടിയ വ്യക്തിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഹോളിവുഡ് നടനാണ്. 2 ഓസ്കാർ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പൊ 2 ഓസ്കാർ പുരസ്കാരങ്ങൾ നേടിയ ഹോളിവുഡ് നടനായ വ്യക്തി ഈയിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് ജീൻ ഹോക്മാൻ. എന്താണ്? ജീൻ ഹോക്മാൻ. നെക്സ്റ്റ് വൺ, ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രി ആരാണ്? അതിഷി. ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രി ആരാണ്? അതിഷി. ഈ വർഷത്തെ ഏറ്റവും മികച്ച പുതിയ കറൻസി നോട്ടിനുള്ള പുരസ്കാരം നേടിയ നോട്ട് ഏതാണ്? UAE സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ 500 ദിർഹത്തിന്റെ നോട്ട്. ഈ വർഷത്തെ ഏറ്റവും മികച്ച പുതിയ കറൻസി നോട്ടിനുള്ള പുരസ്കാരം നേടിയ നോട്ട് ഏതാണ്? UAE സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ 500 ദിർഹത്തിന്റെ നോട്ടാണ്. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ പേര് എന്താണ്? വി അനന്ത നാഗേശ്വരൻ. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ പേരെന്താണ്? വി അനന്ത നാഗേശ്വരൻ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് ആരാണ്? പ്രൊഫസർ KP ശങ്കരൻ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് ആരാണ്? പ്രൊഫസർ KP ശങ്കരൻ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ക്ലാസ് ഒക്കെ ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികള് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.